ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മാഷ്ടമി ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്നത്തെ ദിവസം ആ ദിവസം മാത്രമല്ല ആ ആഴ്ച മുഴുവനായിട്ട് നമുക്ക് പൂജയും വ്രതവും അതുമാത്രമല്ല പല തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലായിരിക്കും. ഈ ഒരു സമയത്ത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഗോവിന്ദ ലഡുവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലഡു വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ നിലക്കടലയെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും മിക്സഡ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലിപ്പോൾ തേങ്ങയും പോപ്പി സീഡ്സും നിലക്കടലയും ഒക്കെ ചേർത്തിട്ടുണ്ട്, ബദാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അവൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി മധുരം വേണമല്ലോ. മധുരം ഒട്ടും കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ വിശേഷ ദിവസത്തിൽ മധുരം ഇല്ലാതെ എന്താ, ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയും കൂടി ചേർത്ത് ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ലഡു, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് ശർക്കരയുടെ ആ ഒരു ചെറിയ ഫ്ലേവറോട് വരുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൽ വെച്ചിട്ട് ഏറ്റവും പ്രിയങ്കരമായ ദിവസത്തിൽ നമുക്ക് ഗോവിന്ദ ലഡു തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ലഡുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ.